ഫാസിസത്തിന്റെ മറ്റൊരു പതിപ്പായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാം എന്നാലോചിച്ചാണ് മുഖ്യമന്ത്രിയുടെ ഓരോ ദിവസവും തുടങ്ങുന്നത്. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ജനങ്ങൾ ദുരിതത്തിലാണ്. അവർ LDFനെതിരെ വോട്ട് ചെയ്യും. 55 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനും 44 ലക്ഷം ആളുകൾക്ക് ക്ഷേമനിധി പെൻഷനും നൽകാനുണ്ട്. കേരളത്തിലെ 1/3 ജനങ്ങൾ ഇപ്പോൾ ദുരിതത്തിലാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കോലക്കേസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒന്നാമൻ ജയിലിൽ കിടക്കാം. പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണ്ട. ലൈഫ് മിഷന്റെ ചെയർമാനല്ലേ, ചോദ്യം ചെയ്യണ്ട. ഒരു മൊഴിയെടുക്കാൻ ഒരു കേന്ദ്ര ഏജൻസി വന്നോ? അവിടെ പോയി ഇപ്പൊ കരുവന്നൂരിൽ ED അന്വേഷണം. അവിടെ BJP ഉറ്റുനോക്കുന്ന സീറ്റാണ്. എന്താ ED ചെയ്തത്? CPM നേതാക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തി. എല്ലാവരും മിക്കവന്റെ അക്കൗണ്ടിലേക്ക് ആ ബാങ്ക് കൊള്ളയടിച്ചതിന്റെ പണം വന്നിട്ടുണ്ട്. പലരും സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ അവർ വിചാരിക്കും ഇപ്പൊ അറസ്റ്റ് ചെയ്യില്ല, അടുത്ത പ്രാവശ്യം വരാൻ പറയും. അപ്പൊ അടുത്ത പ്രാവശ്യം പേടിച്ച് EDയുടെ മുമ്പിൽ ചെല്ലും, ജാമ്യക്കാരൊക്കെ ഇട്ട്. അപ്പോഴും അവർ അറസ്റ്റ് ചെയ്യില്ല. 3ാമത്തെ പ്രാവശ്യം വിളിക്കും. അപ്പൊ ഈ ഭീതി ഇങ്ങനെ നിർത്തുകയാണ്. തൃശൂർ ജില്ലയിലെ CPM നേതാക്കന്മാരുടെ തലയിൽ ഡെമോക്രീസിന്റെ വാള് പോലെ കരുവന്നൂരിലെ ED അന്വേഷണം നിൽക്കുക. ED അന്വേഷണം അവിടെ നിർത്തിയിരിക്കുക, പേടിപ്പിച്ച് നിർത്തിയിരിക്കുക, അവിടെ നിർത്തിയിരിക്കുക. ഇനി മോളുടെ മാസപ്പടി അന്വേഷിക്കാൻ എന്ന് SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ഞാൻ നോക്കിയപ്പോ അന്വേഷണ കാലാവധി എത്രയാണെന്നറിയാം? 8 മാസം. എന്തുണ്ടാക്കാനാ 8 മാസം? ധാരണയാണ്, ധാരണ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചിറ്റപ്പൻ അത് തുറന്നു പറഞ്ഞു. ചിറ്റപ്പൻ ആത്മാർത്ഥമുള്ള ആളാണ്. ചിറ്റപ്പൻ എന്താ പറഞ്ഞത്? ചിറ്റപ്പൻ പറഞ്ഞു BJP കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരും. ചിറ്റപ്പൻ NDAയുടെ കൺവീനർ അല്ല, LDFന്റെ കൺവീനറാണ്. അവൻ ഞാൻ മറുപടി പറഞ്ഞു, LDFന്റെ കൺവീനർ തന്നെ പറയാണ് BJP ഒരുപാട് സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരും. അതിന്റെ അർത്ഥം എന്താ? അത്രയും സ്ഥലത്ത് LDF 3ാം സ്ഥാനത്ത് പോകുന്നല്ലേ അല്ലേ? എവിടെ കേരളത്തിൽ BJP 2ാം സ്ഥാനത്ത് വന്നാലും അതിന്റെ അർത്ഥം എന്താ? അത്രയും സ്ഥലത്ത് LDF 3ാം സ്ഥാനത്ത് പോകും എന്ന് ജയരാജൻ തന്നെ പറയാണ്. എന്നിട്ട് പറയാണ് നല്ല സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്തെയും തൃശ്ശൂരിലേക്ക്. ഇത് BJP സ്ഥാനാർത്ഥിയെ പറ്റി ഇതൊക്കെ പിണറായി വിജയൻ ആ പാവത്തെ കൊണ്ട് പറയിപ്പിക്കാണ്. BJPയെ സൂചിപ്പിക്കാൻ പറയിപ്പിക്കാണ്. ആ പാവത്തിനെ കൊണ്ട് പറയിപ്പിക്കുക ഇത് മുഴുവൻ. അപ്പൊ ഞാൻ ഓർത്ത് എന്താ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ഇത്ര നല്ലതെന്ന് പറയുന്നത്. അപ്പൊ ചിറ്റപ്പന്റെ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു, അവിടെ ED റെയ്ഡ് ചെയ്ത്. നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം പറഞ്ഞ റെയ്ഡ് ചെയ്ത് കാശ് മേടിക്കുന്നു. റെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ചിറ്റപ്പ നല്ല ബുദ്ധിമാനാണ് ബിസിനസിന്റെ കാര്യത്തിൽ. അപ്പോ പറഞ്ഞു കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിക്ക് ഒരു കമ്പനിയുണ്ട്, റിസോർട്ട് കമ്പനി, നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. നടത്തിപ്പ് കേരളത്തിലെ LDF കൺവീനറും CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനും കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പാണ്. അല്ലെന്ന് ഞാൻ 2 ദിവസമായി പറയുന്ന ഒരാൾ മറുപടി പറഞ്ഞില്ലല്ലോ. ബിസിനസ് പാർട്ട്ണർഷിപ്പാണ്, ഒരു എഗ്രിമെന്റ് ഉണ്ട് അവർ തമ്മിൽ, രണ്ടുപേരും തമ്മിൽ. അപ്പൊ ED അന്വേഷണം അപ്പം നിന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിൽ നടത്തിപ്പ് വന്നു, ഉടമസ്ഥാവകാശം ചിറ്റപ്പന്റെ കയ്യിൽ തന്നെ വന്നു. അതങ്ങ് നിലനിർത്തി. ഇനി ഈ കുമരകത്ത് ഒരു റിസോർട്ട്, നിരാമയ റിസോർട്ട്, രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി തുടങ്ങാമെന്ന ഇടുക്കിന്ന് കണ്ടു പഠിച്ചാന്ന് തോന്നാൻ. ഇവിടുത്തെ ചില ഭൂമി കയ്യേറ്റക്കാരെ കയ്യുന്നു. അപ്പൊ അവിടുത്തെ കുമരകത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം സമരം ഇല്ലേ, ഭയങ്കര സമരം. കേരളത്തിൽ UDF 20 സീറ്റും നേടി സമ്പൂർണ്ണ വിജയം കൈവരിക്കും. കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ അധികാരത്തിൽ വരുന്നതിന് കേരളത്തിൽ നിന്നും മുഴുവൻ സീറ്റും UDFന് മതേതര വിശ്വാസികൾ നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലവും ഇടുക്കി ജനതയുടെ മനസ്സിനൊപ്പമായിരുന്നു താനെന്ന് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. നിരവധി വികസന പദ്ധതികളാണ് ഇടുക്കിയിലേക്ക് കൊണ്ടുവന്നത്.
ഇടുക്കി ജനത സ്വപ്നം കണ്ട പല പദ്ധതികളും യാഥാർത്ഥ്യമാകാൻ പോവുകയാണെന്ന് ഡീൻ പറഞ്ഞു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി PJ ജോസഫ്, അബ്ദുറഹ്മാൻ രണ്ടത്താണി, മാത്യു കുഴൽനാടൻ MLA, CP മാത്യു, EM ആഗസ്തി, ജോയി തോമസ്, S അശോകൻ, റോയി K പൗലോസ്, AK മണി, തോമസ് രാജൻ, MN ഗോപി, AP ഉസ്മാൻ, MJ ജേക്കബ് എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, ചെറുതോണി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്